ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു 2 kg വെയിറ്റ് വരുന്ന റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അതും അത്യാവശ്യം ടോപ്പിലിരിക്കുന്ന കേക്ക് നല്ല ഹൈറ്റോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കേക്കിൻ്റെ സ്പോഞ്ച് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പോളം പാലെടുത്തിട്ടുണ്ട് കേട്ടോ. പാലിലേക്ക് നമുക്ക് ഒരു 2 സ്പൂണോളം വിനാഗിരി, അതായത് സുർക്ക ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് വെക്കുക കേട്ടോ. ഒരു 10 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോഴത്തേനും ബട്ടർ മിൽക്ക് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അതിലേക്കുള്ള മൈദ അരിച്ചെടുക്കുന്നുണ്ട്. 250 ml കപ്പിൽ 2 കപ്പ് മൈദയും 2 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും 1 സ്പൂണോളം ലൈറ്റ് കൊക്കോ പൗഡറും ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ അരിച്ചെടുക്കുന്നത്. ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നും 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന് 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ മിൽക്ക് സെറ്റായാലേക്ക് നമുക്ക് കുറച്ച് കളറ് ചേർക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ജെൽ കളറ് കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലിക്വിഡായിട്ടുള്ള റെഡ് കളറും കൂടി നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരുപാട് കളറ് കൂടണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. കേക്കിലേക്ക് ഞാനൊരു 7 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഉടച്ചിട്ട് ഒഴിക്കാം ഒരു പാത്രത്തിലേക്ക്. അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് അതിൽ നിന്ന് മുട്ടയുടെ തൊണ്ടൊന്നും പെടാതെ നോക്കാം കേട്ടോ. പെട്ട് കഴിഞ്ഞാൽ തന്നെ കൈയോടെ എടുത്ത് മാറ്റുന്നതാണ് കേട്ടോ നല്ലത്. അവസാനം എടുക്കാമെന്ന് വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് എല്ലാ കോഴിമുട്ടയും ഉടച്ചൊഴിക്കുന്ന സമയത്ത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിലേക്ക് ഞാനിവിടെ ഒരു 1 കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/2 സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വാനില എസൻസ് ഞാനിവിടെ ഒരു 2 സ്പൂണോളം വാനില എസൻസും ചേർത്തിട്ട് ഇനി നമുക്കതിന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പൊടിക്കാത്ത പഞ്ചസാര ഇട്ടിട്ട് ബീറ്റ് ചെയ്യാനാണ് കേട്ടോ എനിക്കിഷ്ടം. അതായത് പെട്ടെന്ന് തന്നെ ബീറ്റായിട്ട് കിട്ടാറുണ്ട്. പൊടിച്ച പഞ്ചസാര ചേർക്കുന്നതിനേക്കാളും നല്ലത് ഈ രീതിക്ക് ചേർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം സൺഫ്ലവറിൻ്റെ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ, നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിതേ കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബൗള് കുറച്ച് ചെറുതായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ അതിനെ മൊത്തത്തിൽ ഒരു പോണിയിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ള മൈദയും ബാക്കിയുണ്ടായിരുന്ന ബട്ടർ മിൽക്കും ഒക്കെ നമ്മൾ ചേർത്തിട്ട് ഇതേ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്ന സമയത്ത് കളറിൻ്റെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നേരിട്ടിട്ട് നമുക്ക് ഓരോരുത്തർക്കും അത് ചേർക്കണ ടൈമിൽ അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ റെഡ് വെൽവെറ്റ് കേക്ക് ആയ കാരണം തന്നെ തീരെ കളറില്ലാതെ കൊടുക്കാനും പറ്റില്ലല്ലോ സ്പോഞ്ച്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കളറും കൂടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് പെട്ടെന്ന് കളറ് കിട്ടാനായിട്ട്. അപ്പോൾ പകുതി ജെൽ കളറും കുറച്ച് ലിക്വിഡായിട്ടുള്ള കളറും ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ജെൽ കളർ മാത്രം ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ചെറിയ രീതിയിലൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ജെൽ കളറും അതായത് ലിക്വിഡ് കളറും കൂടിയിട്ട് രണ്ടും കൂടിയിട്ടാണ് കേട്ടോ റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്യുന്ന സമയത്ത് എടുക്കാറ്. അപ്പം നമ്മുടെ ബാറ്ററൊക്കെ കറക്റ്റ് ആയ സമയത്ത് അതേ കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കേക്ക് ടിന്ന് നന്നായി ടേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഓവനിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഓവൻ ഞാനൊരു 160 ഡിഗ്രിയാണ് ചൂട് കൊടുത്തിട്ടുള്ളത്. ഒരു 30 മിനിറ്റ് ടൈമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല അടിപൊളി സെറ്റായി കിട്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഉണ്ടല്ലോ ചെറിയ കേക്ക് ടിന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഡബ്ബ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വായവട്ടം നോക്കിയപ്പോൾ ഒരു 5 ഇഞ്ച്. അപ്പോൾ നമുക്ക് 5 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ഞാൻ ഈ തരത്തിലാണ് ചെയ്യാറ് കേട്ടോ. താഴത്തെ കേക്ക് ഒരു 8 ഇഞ്ചിൻ്റെ ആണെങ്കിലും മേലത്തെ കേക്ക് ഒരു 6 ഇഞ്ചിൽ ചെയ്യുന്ന സമയത്തേ ഒരുപാട് വലിയ വ്യത്യാസമൊന്നും നമുക്ക് തോന്നാറില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഒരു 5 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി നല്ല വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനും ചെറിയ അളവും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മുടെ കയ്യിലുള്ള പാത്രങ്ങളുടെ അളവ് നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കി വന്നിട്ടുള്ള ഈ കേക്ക് ഉണ്ടല്ലോ റെഡ് വെൽവെറ്റ് കേക്കിന് നമുക്ക് ടോപ്പിൽ റെഡ് കളറിൽ പൗഡർ വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഡിസൈൻ എല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് ഒരു ലെയർ കേക്ക് ചെയ്യാനും പറ്റും കേട്ടോ. കേക്കിൻ്റെ ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ താഴത്തെ വലിയ കേക്കാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ കേക്ക് വെച്ചു, ക്രീം ഇട്ടു, പിന്നെ ഞാൻ നടുക്കിലുണ്ടല്ലോ നമ്മുടെ ചോക്കോ ചിപ്സും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗനാഷ് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റെഡ് വെൽവെറ്റ് നമ്മൾ 2 തരത്തിൽ ചെയ്യാറുണ്ട് കേട്ടോ. ക്രീം ചീസ് വെച്ചിട്ടുള്ള കേക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഞാൻ ഈ രീതിക്കാണ് കേട്ടോ റെഡ് വെൽവെറ്റ് കൊടുക്കാറ്. അപ്പോൾ ഈ കേക്കിന് എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം കൂടിയിട്ടാണ്. കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് എടുക്കണ സിറപ്പിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷും കൂടിയിട്ട് ആക്കി കൊടുക്കുക കേട്ടോ. അത് മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ അതായാലും മതി. അപ്പോൾ നമ്മുടെ കേക്ക് കഴിക്കുന്ന ടൈമിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ കേക്കിന്.
അപ്പോൾ നമുക്ക് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അടുത്ത കേക്ക്, ചെറിയ കേക്ക് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്തേ നമ്മുടെ കേക്കിൻ്റെ ബേസിലേ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നോക്കി ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മളത് അതും ഇതുപോലെ തന്നെ നന്നായി ചോക്കോ ചിപ്സും കൂടിയൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പിലെ കേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്തേ ഒരുപാട് സിറപ്പ് ഒഴിക്കരുത് കേട്ടോ. അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നമുക്ക് താഴത്തെ ലെയറായാലും വല്ലാതെ നനവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ താഴത്തെ വശം പൊട്ടിയിട്ടൊക്കെ അതിൽ നിന്ന് സിറപ്പ് വരാനും ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ടോപ്പിലത്തെ കേക്ക് ചെയ്യാനായിട്ട്. ആദ്യത്തെ കേക്ക് നമ്മൾ ചെറിയ രീതിക്ക് ക്രീമൊന്നും ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്യാനാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ മെയിനായിട്ടുള്ള ക്രീമൊക്കെ ഇട്ട് അതിൻ്റെ സൈഡൊക്കെ വലിച്ച് ലെവൽ ചെയ്ത് നമ്മളിതേ കേക്കിനെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ടോപ്പിൽ വയ്ക്കുന്ന കേക്കും അതുപോലെ ഫുള്ളായി ക്രീമിട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കേക്കുകളെ ഒരു ദിവസം ഫുള്ളായിട്ട് ഫ്രിഡ്ജിലിരുന്നതിൻ്റെ ശേഷം നമുക്ക് എടുത്തിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാക്കി ഉണ്ടായിരുന്ന കേക്കിൻ്റെ പീസിനൊക്കെ നമ്മളിത് ചെറിയ രീതിക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാക്കുന്ന ടൈമിൽ ഓവറായിട്ട് തീ കൂട്ടിയിടരുത് കേട്ടോ. തീ സിമ്മിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇടുന്ന ടൈമിൽ നേരിട്ടിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയാവാം, ഒരു അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഇനി അപ്പം നമ്മുടെ ടോപ്പിലത്തെ ചെറിയ കേക്കിനെ നൈഫ് വെച്ചിട്ട് ഒന്ന് താഴ്വശം ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ എടുത്ത് പൊന്തിച്ചിട്ട് വെക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് തന്നെ വെക്കാനും പറ്റും കേട്ടോ, യാതൊരു ടെൻഷനും ഇല്ലാതെ. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കേക്കിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു പൗഡർ വരുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മളത് കേക്കിൻ്റെ ടോപ്പ് വശത്തും സൈഡിലും എല്ലായിടത്തേക്കും അരിപ്പയിലൂടെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ആ വെള്ളയും റെഡും കൂടി നിൽക്കുമ്പോഴാണ് കേട്ടോ കേക്ക് കാണാനായിട്ട് നല്ല ഭംഗിയിലിരിക്കുന്നത്. കേക്കിൻ്റെ നമുക്ക് സൈഡ് വശത്ത് മൊത്തത്തിൽ ഇത് ഒട്ടിച്ചു കൊടുത്താലും നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഭംഗി തോന്നിയിട്ടുള്ളത് ഇങ്ങനെ സൈഡിൽ മാത്രം ഈ രീതിക്ക് ചെറിയ രീതിയിൽ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ വെള്ളയും റെഡും കൂടിയിട്ട് അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെയാണ് കേട്ടോ കൂടുതൽ ഭംഗി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കത് അതിൻ്റെ സൈഡൊക്കെ നല്ല രീതിക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കേക്കിൻ്റെ ടോപ്പിൽ ഞാൻ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ ഗോൾഡൻ്റെ ബോൾസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചുറ്റിലും. പിന്നെ അവർക്ക് പേര് എഴുതണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ നമ്മൾ പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കേക്കിൽ പേരെഴുതാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഫൗണ്ടൻറ്റിലോ എന്തിലെങ്കിലും എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമ്മൾ എഴുതുന്ന ടൈമിൽ നമ്മുടെ കൂടെ വരായിരുന്നു എഴുതുന്ന ലെറ്റർ. നമുക്ക് കേക്കിന് കുറവുണ്ടെങ്കിലും നമുക്കത് ഈ രീതിക്ക് കേക്കുകൾ കട്ട് ചെയ്തിട്ട് ഹൈറ്റൊക്കെ കൂട്ടി നല്ല കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ കാണുന്ന കേക്കുകളുണ്ടല്ലോ, ക്രിസ്മസിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ന്യൂ ഇയറിന് ഉണ്ടായിരുന്ന കുറച്ച് ഓർഡറുകളുടെ വീഡിയോസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ പ്ലം കേക്കും ഉണ്ട്, അതുപോലെ തന്നെ ഈന്തപ്പഴം ക്യാരറ്റും വെച്ചിട്ട് ചെയ്ത കേക്കും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലം കേക്ക് അല്ല കേട്ടോ, ക്യാരറ്റും ഈന്തപ്പഴം വെച്ചിട്ടുള്ള കേക്കായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തൊരു കേക്കാണ് കേട്ടോ, ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ്. ഇത് നമ്മളൊരു 2 കിലോന് മേലെ വരുന്ന കേക്കായിരുന്നു. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾക്ക് ചെയ്തത് ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കാണ് കേട്ടോ. അതും ഇതുപോലെ തന്നെ എളുപ്പത്തിലും എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ള ഡിസൈൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലെ ഡിസൈന് റോസ് പെറ്റൽ ചെയ്യണ നോസിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കേക്ക് ഒരു പിസ്തയുടെ കേക്കാണ് കേട്ടോ. അപ്പോൾ അതും ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.